നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് ബാധിച്ച് ഒരു 15 സെക്കൻഡിലും ഓരോ ആൾ വീതം മരിക്കുന്നു എന്നാണ് ലോകം മൊത്തം എടുത്തു നോക്കുമ്പോഴുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതാനും ചില മാസങ്ങൾക്കുള്ളിലാണ് കൊറോണ വൈറസ് നമ്മുടെ ഇടയിലേക്ക് വരുന്നതും 1.9 കോടിയിലേറെ പേരെ അത് ബാധിക്കുകയും 7,10,000-ലധികം പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ മാത്രം 50 ലക്ഷത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,59,864 മരണങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ ദുരന്തം. വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലുതാണ് എന്നാണ് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനും സാമൂഹിക പ്രവർത്തകനുമായ ബിൽ ഗേറ്റ്സ് പറയുന്നത്. ബിൽ ഗേറ്റ്സ് സമൂഹത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. സാധാരണക്കാർക്ക് കോവിഡ് വാക്സിൻ ലഭ്യമാക്കണമെന്നുള്ളത് വലിയൊരു ആശങ്കയായി ലോകരാജ്യത്തിന് മുന്നിൽ നിന്നപ്പോൾ ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്ത് വാക്സിൻ നിർമ്മാണത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയിട്ട് വെറും 225 രൂപയ്ക്ക് വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾക്കെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കിയത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പും അതുതന്നെയാണ്. കൊറോണയേക്കാൾ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു. പക്ഷേ അത് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്കതിനെ പിടിച്ചു കെട്ടാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുത്തിയേക്കാവുന്ന നാശങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മുഴുവൻ ആവാസ വ്യവസ്ഥയും നശിപ്പിക്കും എന്നാണ് ബ്ലൂംബർഗ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബിൽ ഗേറ്റ്സ് പറയുന്നത്. അദ്ദേഹം വെറുതെ പറയുന്നതല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ പഠനം നടത്തി പറയുന്നതാണ്. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നത് അസാധ്യമായ ഒരു കാര്യമാകും. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നുള്ള യഥാർത്ഥ സാമ്പത്തിക മരണസംഖ്യ ഈ കൊറോണയേക്കാൾ വളരെ വലുതായിരിക്കും. സാമ്പത്തികമായും ആൾനാശവും കണക്ക് കൂട്ടുകയാണെങ്കിൽ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാരകമായ വൈറസിലുണ്ടായ ആൾനാശത്തെയും സാമ്പത്തിക നഷ്ടത്തെക്കാളുമൊക്കെ വലുതായിരിക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പായി നൽകുന്നത്. 2021 ഫെബ്രുവരിയിൽ നോഫിൽ നിന്ന് പുറത്തിറക്കാനിരിക്കുന്ന കാലാവസ്ഥാ ദുരന്തം എങ്ങനെ ഒഴിവാക്കാം എന്ന തൻ്റെ വരാനിരിക്കുന്ന പുസ്തകത്തിൽ ബിൽ ഗേറ്റ്സ് ഇതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. 2 പ്രതിഭാസങ്ങളും വ്യത്യസ്തമാണ്. കാലാവസ്ഥാ പ്രതിസന്ധി കാലക്രമേണ വ്യാപിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. നാസ സൂചിപ്പിക്കുന്നത് പോലെ കാലാവസ്ഥാ രീതികളെയും സമുദ്രനിരപ്പിനെയും ഭൂമിയിലെ ജീവിതത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ സിസ്റ്റങ്ങളെയും ഇത് കാര്യമായി ബാധിക്കും. ശാസ്ത്ര ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കൊറോണ വൈറസ് പോലെയുള്ള ഒരു മഹാമാരി വന്ന് പെടാമെന്നും അതിന് ലോകത്തിൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എന്നും 2015 തന്നെ ലോകത്തിന് ഒരു മുന്നറിയിപ്പായി നൽകിയ ആളാണ് ബിൽ ഗേറ്റ്സ് എന്ന് നാം ഓർക്കണം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യവും വെറുതെ പറയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒന്നാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ മഹാദുരന്തങ്ങളെ ഒഴിവാക്കാൻ കഴിയൂ എന്നുള്ള വസ്തുതയും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ ഇപ്പോൾ കൊറോണ വൈറസിനെ മെരുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ മാത്രമേ എല്ലാവർക്കും സമയമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ പ്രശ്നം ഒതുങ്ങിയാൽ അതിവേഗം കാലാവസ്ഥാ വ്യതിയാനം വിതയ്ക്കുന്ന വിനാശത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ തിരിച്ചു തുടങ്ങുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും അപകടകരമായ കാര്യം കാർബൺ പുറത്തുവിടലാണ് എന്നും അതിന് പരിഹാരം കാണേണ്ടത് നമ്മളുടെ കടമയാണ് എന്നും അതെങ്ങനെയൊക്കെയാണ് എന്നും അദ്ദേഹം വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കൊറോണ വൈറസ് മൂലമുള്ള മരണം 1,00,000 പേരിൽ 14 എന്ന അനുപാതത്തിലാണ്. അടുത്ത 40 വർഷത്തിനുള്ളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മരണനിരക്കിൻ്റെ തോത് ഇതായിരിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ 2100 ആകുമ്പോഴേക്ക് ഇത് 5 മടങ്ങ് വർദ്ധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ഓരോ പതിറ്റാണ്ടും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രീതിക്കുള്ളതായിരിക്കും. അതേസമയം COVID-19 ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഹരിതവാതക വാർച്ച 8% കുറച്ചിട്ടുണ്ട്. ഏകദേശം 47 ബില്യൺ ടൺ കാർബൺ. എന്നാൽ അതുപോലും ഇനി ഉണ്ടാകില്ല. അത് ലോക്ക്ഡൗണിൻ്റെ പ്രതിഫലനമാണ്. ലോക്ക്ഡൗൺ തുടരാൻ ആരും ആഗ്രഹിക്കുന്നതല്ല. വൈദ്യുതി നിർമ്മിക്കൽ, ഉൽപ്പന്ന നിർമ്മാണം, ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കൽ, കെട്ടിടങ്ങൾ, കൂളിംഗ് സിസ്റ്റങ്ങൾ, ലോകമെമ്പാടും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതി, ഇവയെല്ലാം അതിവേഗം മാറ്റണം. കാർബൺ വാർച്ച 0% അത് കൊറോണ വൈറസിന് വാക്സിൻ കണ്ടെത്തുന്നത് പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.